കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ സി ജെ റോയെ പറ്റിയുള്ള ന്യൂസായിരുന്നു ഭയങ്കരമായിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. അതിൽ മെയിനായിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഇയാൾ സൂയിസൈഡ് ചെയ്തതെന്നുള്ളൊരു കാര്യം. എപ്പോഴും ഉണ്ടെങ്കിൽ ഫാമിലി അടുത്തോ അതല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിലുള്ള ആൾക്കാരുടെ അടുത്തോ ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനിക്കൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും കറക്റ്റാണെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്നിട്ടും ഇതേ കണക്ക് എന്തിനാണ് സി ജെ റോയ് ചെയ്തതെന്നുള്ളതായിരുന്നു ഒരുപാട് പേരുടെ ചോദ്യം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് ന്യൂസ് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതേ കണക്കുണ്ടെങ്കിൽ സി ജെ റോയുടെ മോൻ്റെ അടുത്തും ഇതേ കണക്ക് കേസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുകയും അതിൽ നിന്ന് കിട്ടിയ മറുപടി ഉണ്ടെങ്കിൽ അത്ര കറക്റ്റായിട്ടില്ലെന്ന് തോന്നുന്നതിനെ തുടർന്നുണ്ടെങ്കിൽ SIT ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഫാമിലി ഉണ്ടെങ്കിൽ ഒരിക്കലും ബാംഗ്ലൂർ വിട്ടിപ്പോൾ പോകാൻ പാടില്ലെന്നുള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലായിരിക്കുന്നത്. അവിടെ തന്നെ സ്റ്റേ ചെയ്യണം, കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഇൻഫോർമേഷൻ കിട്ടിയാൽ മാത്രമേ ബാക്കിയുള്ളതിനെ പറ്റി ഡീറ്റെയിൽസ് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇവർ നടത്തിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അതിലെ കുറച്ച് കാര്യങ്ങൾ, ആരാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് കുറച്ച് കാര്യങ്ങൾ ഇതുവരെ നേരെ വന്നിട്ടില്ലെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത്. അതിനെ തുടർന്നാണ് മോൻ്റെ അടുത്തും ചോദ്യം ചെയ്തിരിക്കുന്നത്. പക്ഷേ അവർക്കുണ്ടെങ്കിൽ സംതൃപ്തി കിട്ടുന്ന രീതിയിലുള്ള ഒരു ആൻസർ കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇത് കണക്കുണ്ടെങ്കിൽ അവരെ ബാംഗ്ലൂരിൽ പിന്നെയും സ്റ്റേ ചെയ്താൽ പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതിൻ്റെ പറ്റിയുള്ള കേസുകൾ ഇപ്പോഴും പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് ഇത്ര ആയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സി ജെ റോയ് ആത്മഹത്യ ചെയ്തതെന്നുള്ള ഒരു ഡീറ്റെയിൽസ് ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. ഇനി ഇതിനെപ്പറ്റിയുള്ള കേസ് പൊയ്ക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.